നമസ്കാരം. ചരക്ക് വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി കടലിൽ വീണ് 2 പേർ മരിച്ചു. ഹോങ്കോങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രാദേശിക സമയം പുലർച്ചെ 3:50ഓടെയാണ് അപകടം. ST എയർലൈൻസിന്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് എമിറേറ്റ്സ് അറിയിച്ചു. ദുബായിൽ നിന്ന് വന്ന ചരക്ക് വിമാനം ഹോങ്കോങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെയാണ് റൺവേയിൽ നിന്ന് തെന്നിമാറി കടലിൽ പതിച്ചത്. ബോയിംഗ് 747 ചരക്ക് വിമാനം വിമാനത്താവളത്തിന്റെ ഭിത്തിക്കരികെ കടലിൽ ഭാഗികമായി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ചിത്രമടക്കമാണ് പുറത്തുവന്നത്. വിമാനത്തിന്റെ നോസ്, ടെയിൽ എന്നിവ വേർപെട്ട നിലയിലാണ്. വിമാനത്തിലുണ്ടായിരുന്ന 4 ജീവനക്കാരെയും രക്ഷപ്പെടുത്തിയെന്ന് ഹോങ്കോങ് വിമാനത്താവളം പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം റൺവേക്ക് സമീപം നിർത്തിയിട്ടിരുന്ന ഗ്രൗണ്ട് വാഹനത്തിലുണ്ടായിരുന്ന 2 പേർ വിമാനം പതിച്ചതിനെ തുടർന്ന് മരിച്ചതായി പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് ചെയ്തു. വിമാനം ഇറങ്ങുന്നതിനിടെ വടക്ക് ഭാഗത്ത് റൺവേയിൽ നിന്ന് തെന്നിമാറി കടലിലേക്ക് പതിക്കുകയായിരുന്നുവെന്ന് ഹോങ്കോങ്ങിലെ വ്യോമയാന വിഭാഗം പ്രസ്താവനയിൽ പറഞ്ഞു. ദുബായിലെ എമിറേറ്റ്സ് എയർലൈൻസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് EK9788 എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ്. ST എയർലൈൻസിൽ നിന്ന് വാടകയ്ക്കെടുത്തതും അവർ പ്രവർത്തിച്ചതുമായ ബോയിംഗ് 747 കാർഗോ വിമാനമായിരുന്നു അതെന്നും സ്ഥിരീകരിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന ജീവനക്കാർ സുരക്ഷിതരാണ്. വിമാനത്തിൽ ചരക്കുണ്ടായിരുന്നില്ലെന്നും എമിറേറ്റ്സ് അറിയിച്ചു. അപകടത്തിൽപ്പെട്ട വിമാനത്തിന് 32 വർഷം പഴക്കമുണ്ടെന്നും അത് ചരക്ക് വിമാനമാകും മുൻപ് യാത്രാ വിമാനമായിരുന്നുവെന്നും ഫ്ലൈറ്റ് ട്രാക്കിംഗ് സേവനമായ ഫ്ലൈറ്റ് റഡാർ 24 പറഞ്ഞു. സംഭവം നഗരത്തിലെ എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ അതോറിറ്റി അറിയിച്ചിട്ടുണ്ടെന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും ഹോങ്കോങ്ങിലെ സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കാർഗോ വിമാനത്താവളങ്ങളിലൊന്നായ ഹോങ്കോങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വടക്കൻ റൺവേ അപകടത്തെ തുടർന്നാണ് അടച്ചിട്ടിരിക്കുന്നത്. അതേസമയം തെക്ക് മധ്യ റൺവേകൾ തുടർന്നും പ്രവർത്തിക്കുമെന്ന് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ ഹാങ് ഷോവിൽ നിന്ന് സോളിലേക്ക് പുറപ്പെട്ട എയർ ചൈന വിമാനം ഷാങ്ഹായിലേക്ക് തിരിച്ചുവിട്ടു. വിമാനത്തിലെ യാത്രക്കാരന്റെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ സൂക്ഷിച്ചിരുന്ന ലിഥിയം ബാറ്ററിക്ക് തീപിടിച്ചാണ് വിമാനം ഷാങ്ഹായിലേക്ക് തിരിച്ചുവിടാൻ കാരണമായത്. ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വെയ്ബോയിൽ എയർ ചൈന പങ്കുവച്ച പ്രസ്താവനയിൽ പറയുന്നത് CF139 ഫ്ലൈറ്റിൽ ഓവർഹെഡ് ബിന്നിൽ വെച്ചിരുന്ന ഒരു യാത്രക്കാരന്റെ ലഗേജിലെ ലിഥിയം ബാറ്ററിയിൽ നിന്ന് തീ പടരുകയായിരുന്നു. സുരക്ഷാ നടപടികൾ അനുസരിച്ച് ക്യാബിൻ ക്രൂ വേഗത്തിൽ തീ അണച്ചു. സംഭവത്തിൽ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രാദേശിക സമയം രാവിലെ 9:47 വിമാനം ഹാങ്ഷോവിൽ നിന്ന് പുറപ്പെട്ടത്. എന്നാൽ യാത്രയ്ക്കിടെ നേരിട്ട അടിയന്തര സാഹചര്യത്തെ തുടർന്ന് വിമാനം ഷാങ്ഹായ് പുഡോങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ടു. രാവിലെ 11 മണിയോടെ വിമാനം ഷാങ്ഹായിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ചൈനീസ് മാധ്യമമായ ജിമു ന്യൂസ് പുറത്തുവിട്ട ചിത്രങ്ങളിൽ ഓവർഹെഡ് കമ്പാർട്ട്മെന്റിൽ നിന്ന് തീയും പുകയും ഉയർന്നത് കാണാം. തീ അണയ്ക്കുന്നതിനായി ഒരു യാത്രക്കാരൻ വിമാനത്തിലെ ജീവനക്കാരെ സഹായിക്കുന്നതും ദൃശ്യങ്ങളുണ്ട്. ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് റഡാർ 24 സംഭവം സ്ഥിരീകരിച്ചു. വിമാനം കടലിന് മുകളിലൂടെ U-ടേൺ എടുത്ത് ചൈനയിലേക്ക് മടങ്ങുന്നതും വെബ്സൈറ്റ് കാണിച്ചു. അതേസമയം ബാറ്ററിക്ക് തീപിടിക്കാനുണ്ടായ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് വിമാന കമ്പനി വ്യക്തമാക്കി. യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് തങ്ങളുടെ പ്രഥമ പരിഗണനയെന്നും എയർ ചൈന കൂട്ടിച്ചേർത്തു.